ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം 3-ാം ദിവസം നരസിംഹാവതാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഓം നമോ നാരായണായ നമഃ. കൃപണാൻ വിമുക്ഷയേകോ നാണ്യം തദസ്യ ചരണം ഭ്രമദോനുവശ്യേ എന്മയി ധനാദി ഗൃഹമേധ സുഖം ഹി തുച്ഛം കണ്ടൂയനേന കരയോരിവ ദുഃഖം തൃപ്യന്തിനേഹ കൃപണാ ബഹുദുഃഖഭാജ കണ്ടൂതിവൻ മനസിജം വിഷഹേദധീര മൗനവ്രതശ്രുതതപോധ്യയന സ്വധർമ്മമാവ്യാഖ്യാരഹോ. തൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ സാക്ഷാൽ യജ്ഞവരാഹമൂർത്തി കാട്ടുപന്നിയുടെ രൂപത്തിൽ വന്ന് കൊന്നതായ വാർത്തയറിഞ്ഞ് ഹിരണ്യകശിപു ഒരു യോഗം വിളിച്ചു എന്നാണ്. വിഷ്ണു എൻ്റെ സഹോദരനെ നശിപ്പിച്ചിരിക്കുന്നു. ഹിരണ്യകശിപു പറയാണ്, വിഷ്ണുവിന് ശക്തി കൊടുക്കുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണോ ആ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിക്കണം. വിപ്രന്മാരുണ്ട്, ധർമ്മ പാഠശാലകളുണ്ട്. ഇതൊക്കെയാണ് പലതരത്തിലുള്ള മന്ത്രങ്ങൾ വഴി, പല വേദോ ഉപാസനകൾ വഴി വിഷ്ണുവിന് ശക്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഈ സങ്കേതങ്ങളെ മുഴുവൻ തകർക്കണം എന്നാണ്. വിഷ്ണുവിന് ശക്തി കൊടുക്കുന്നത് യജ്ഞങ്ങളാണെന്ന് മനസ്സിലാക്കി യജ്ഞങ്ങളെ തകർക്കാൻ വേണ്ടി തയ്യാറായി. പുരഗ്രാമ വ്രജോദ്യാന ക്ഷേത്ര ആരാമാശ്രമകരാൻ ഖേടഗർഭടഘോഷേശ്ച ദദഹു പത്തനാനിച. എന്നിട്ട് ഹിരണ്യകശിപു എന്താ ചെയ്തത്? ഹിരണ്യാക്ഷന്റെ ഭാര്യയുടെയും പുത്രന്റെയും അടുത്തുപോയി. നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം, വിനാശകാലേ വിപരീത ബുദ്ധി. കശ്യപ പ്രജാപതി സന്ധ്യാസമയത്ത് തർപ്പണം നടത്താൻ വേണ്ടി നദിയിലേക്ക് പോകുമ്പോൾ ദിതി പോയിട്ട് കശ്യപന്റെ വസ്ത്രം പിടിച്ചു വലിച്ചു എന്നാണ്. ദിതിക്ക് കാമവിചാരമുണർന്നു. അപ്പൊ കശ്യപ പ്രജാപതി പറഞ്ഞു, ഈ സന്ധ്യാസമയത്ത് തെറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്, വെറുതെ അതിന് നിർബന്ധിക്കരുത്. എന്നിട്ട് കശ്യപ പ്രജാപതി ഒരു ശാപം കൂടി കൊടുത്തു. ഈ സമയത്ത് ഉണ്ടാവുന്ന പുത്രന്മാർ വിഷ്ണുവിന്റെ ആയുധം കൊണ്ട് കൊല്ലപ്പെടുന്നതാണ്. ആ ശാപവും കൊടുത്തു. ശാപം ഭക്തന്മാരുടെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു. അർജുനൻ ഭഗവത് ഭക്തനാണ്. സന്താനഗോപാല സമയത്ത് തൻ്റെ കുട്ടികളെ സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തീയിൽ ചാടും എന്നാണ് അർജുനന്റെ വാക്ക് ഉണ്ടായത്. അങ്ങനെ അർജുനന്റെ വാക്കുണ്ടായപ്പോ അർജുനൻ ഭഗവൻ ഭക്തനായതുകൊണ്ട് ആ ഭക്തന്റെ സത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു എന്നാണ്. സനകാദി മഹർഷിമാര് ജയവിജയന്മാരെ ശപിച്ചു. 3 ജന്മം അസുരന്മാരാകട്ടെ എന്നാണ് ശാപം. ഭക്തനായ സനകാദികളുടെ ശാപത്തെ സത്യമാക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു എന്നാണ്. അവരെ ഉദ്ധരിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു. ഇത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇവിടെ ഭഗവാന്റെ വളരെ പ്രധാനപ്പെട്ട അവതാരത്തെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആ അവതാരം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ഇനി സന്ധ്യാസമയത്താണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. ആ സന്ധ്യാസമയത്ത് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് വായിക്കും. വായിക്കുന്ന സമയത്ത് എള്ളുപറ നറിക്കേണ്ടതാണ്. അഷ്ടമോധ്യായ നാരദ ഉവാച അദൈത്യസുതാ സർവേ ശ്രുത്വാ തദനുവർണിതം ജഗൃഹുർനിരബദ്ധത്വാ നൈവ ഗുരുവനുശിക്ഷിതം അഥാചാര്യസുതസ്തേഷാം ബുദ്ധിമേകാന്ത സംസ്ഥിതാം ആലക്ഷ്യഭീതസ്തുരിതോ രാജ ആവേദയത്യദാ ശ്രുത്വാ തദപ്രിയം ദൈത്യോ ദുസ്സഹം തനയാലയം കോപാവേശജലദ്ഗാത്ര പുത്രം ഹന്തും മനോദരേ.
ചിത്വാ പരുഷയാ വാചാ പ്രഹ്ലാദമദദർഹണം ആഹേക്ഷമാണപാപേന തിരശ്ചീനേന ചക്ഷുഷാ പ്രശ്രയാവനദം ദാന്തം ബദ്ധാഞ്ജലിമവസ്ഥിതം സർപ്പപദാഹത ഇവ ശ്വസൻ പ്രകൃതിദാരുണാഃ. ഹേ ദുർവിനീതമന്ദാത്മൻ കുലഭേദകരാധമ സ്തബ്ധം മച്ചാസനോദ്ധൂതം നേഷേ ത്വാദ്യമക്ഷയം ക്രൂദ്ധസ്യേസ്യ കമ്പന്ദേ ത്രയോ ലോകാ സഹേശ്വര തസ്യ മേ ഭീതമന്മൂഢ ശാസനം കിം ബലോത്യഗ. പ്രഹ്ലാദ ഉവാച ന കേവലം മേ ഭവതശ്ച രാജൻ സവേ ബലം ബലിനാം ചാപരേഷാം പരേ വരേ വിസ്ഥിരജംഗമായി ബ്രഹ്മാദയോ യേന വശം പ്രണീത സ ഈശ്വരകാല ഉരുക്രമോസ ഓജസ്സഹസത്വബലേന്ദ്രിയാത്മാ സ ഏവ വിശ്വം പരമസ്വശക്തിഭിः സൃജത്യവത്യത്തി ഗുണത്രയേശ. ഹിരണ്യകശിപുരുവാച വ്യക്തം ത്വം മർത്തുകാമോസി യോതിമാത്രം വിഗത്തസേ മുമുക്ഷൂണാം ഹിമന്താത്മൻ ശ്രുത്വാ സ്വധാമാപ്യമംഗമേനിലേ സവിക്രമൻ പുത്രവധേപ്സുരോജസ നിശമ്യദർഘാതമപൂർവമദ്ഭുതം അന്തഃസഭായാം ന ദദർശ തത്പദം ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ചരണയുഗം പവനപുരേശാരാധാകൃഷ്ണ ശരണം മേതവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേതവ ചരണയുഗം കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേതവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേതവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേതവ ചരണയുഗം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസിന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ ഭഗവതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതി കഴിഞ്ഞു, പ്രസാദം സ്വീകരിക്കുകയാണ്. ഇന്നത്തെ പ്രധാന നിവേദ്യം കഷായമാണ്. സമർപ്പണം എള്ളുപറ. നാരായണ കവച മന്ത്രച്ചരട് ആവശ്യമുള്ളവർക്ക് ക്ഷേത്രത്തിൽ നിന്നും സ്വീകരിക്കാവുന്നതാണ്. നാളെ 4-ാം ദിവസം മെയ് 8 വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമ ജപം, നെയ്വിളക്ക് സമർപ്പണം, ശ്രീകൃഷ്ണാവതാരം. ഇന്ന് പങ്കെടുക്കാൻ സാധിക്കാത്തവർ നാളത്തെ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്, ലൈക്ക് ഒക്കെ മറക്കാതെ ചെയ്യുക. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ.